ദൈവനാമം മഹത്വപ്പെടട്ടെ. 49 ദിവസം നോമ്പുകാല ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 62 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിന് വിഷവുമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽ കൂട്ടത്തെ തരാം, പോയി നിങ്ങളാലാകുന്നിടത്തോളം ഉറപ്പുവരുത്തുകയും എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽ കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഇവിടുത്തെ പശ്ചാത്തലം നോക്കിയാൽ യേശു ക്രൂശിക്കപ്പെട്ടു, മരണം സംഭവിച്ചു, കല്ലറയിൽ വെക്കപ്പെട്ടു. ശിഷ്യന്മാർ നിരാശയിൽ, ലോകം നിശബ്ദതയിൽ. എന്നാൽ യേശുവിൻ്റെ ശത്രുക്കൾ അസ്വസ്ഥരാണ്. 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന യേശുവിൻ്റെ വാക്കുകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവർ പീലാത്തോസിന്റെ അടുക്കൽ ചെല്ലുന്നു. ഈ ഭാഗത്ത് നാം കാണുന്നത് ഒരു വിചിത്രമായ രംഗമാണ്. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശുവിൻ്റെ വചനം ഗൗരവമായി കാണാതെ ഭയത്തിലും സംശയത്തിലുമായിരിക്കുമ്പോൾ മുഖ്യപുരോഹിതന്മാരും പരീശന്മാരും യേശുവിൻ്റെ വചനത്തെ വളരെ ഗൗരവമായി കാണുന്നു. രണ്ടാമത് നമ്മളിവിടെ കാണുന്നത് കല്ലറ ഒരു വലിയ കല്ലുകൊണ്ട് അടയ്ക്കുക മാത്രമല്ല, അതിനെ റോമൻ അധികാരത്തിൻ്റെ അടയാളമായ മുദ്ര വെച്ച് സുരക്ഷിതമാക്കുന്നു. ലോകം സത്യത്തിനെ മൂടിവെക്കാൻ ശ്രമിക്കുന്നു. 3-ാമത് അവിടെ കാവൽക്കാരെ നിയോഗിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് മനുഷ്യർക്ക് കഴിയാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് സത്യത്തെ മൂടിവെക്കാൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ മനുഷ്യരുടെ നിയന്ത്രണത്തിന് പുറത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നോർക്കുക. 4-ാമത് ഇവിടെ ശ്രദ്ധേയമാകുന്നത് പീലാത്തോസിൻ്റെ മറുപടിയാണ്. മറുപടി ഇപ്രകാരമാണ്: കാവൽ കൂട്ടത്തെ തരാം, പോയി നിങ്ങളാലാകുന്നിടത്തോളം ഉറപ്പുവരുത്തുവീൻ. ഇവിടെ നമ്മൾ കാണുന്നത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന പീലാത്തോസിനെയാണ്. ഇതിനു മുമ്പും പീലാത്തോസ് ഈ രീതിയിൽ പെരുമാറിയത് നമുക്ക് കാണാം. പീലാത്തോസിൻ്റേത് ഒരു അവഗണനാ മനോഭാവത്തിലായിരുന്ന പ്രതികരണമായിരുന്നു. ഇത് യഹൂദരുടെ മതപ്രശ്നം, എനിക്കിതിൽ കൂടുതൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന ഭാവം. എന്നാൽ അദ്ദേഹം നേരിട്ട് കാവൽക്കാരെ അയച്ചില്ലെങ്കിലും അതിന് അനുമതി നൽകി. അങ്ങനെ അവർക്ക് റോമൻ അധികാരത്തിൻ്റെ പിന്തുണ ലഭിച്ചു. പീലാത്തോസ് അനുമതി നൽകിയതുകൊണ്ട് കല്ലറ കർശനമായി കാവൽ ചെയ്യപ്പെട്ടു. അക്കാരണത്താൽ തന്നെ പിന്നീട് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് അതൊരു ശക്തമായ തെളിവായി മാറി. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അറിയാതെ പീലാത്തോസ് പങ്കാളിയായി തീർന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ മുൻകരുതലുകൾക്കും ദൈവത്തിൻ്റെ നിസ്സാരമായ ഒരു പ്രവൃത്തിക്ക് മുമ്പിൽ നിലനിൽപ്പില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ശനിയാഴ്ചത്തെ നിശബ്ദതയ്ക്ക് ശേഷം വരാനിരിക്കുന്ന ഞായറാഴ്ചത്തെ പുനരുദ്ധാനത്തിൻ്റെ പ്രഭാവം ലോകം കാണാനിരിക്കുകയാണ്. സത്യത്തെ അടച്ചു പിടിക്കാൻ ഒരു കല്ലറയ്ക്കും കഴിയില്ല എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.